ഒരു 16 വയസ്സാകുമ്പോഴത്തേനും ഇച്ചിരി കഴിക്കാൻ തുടങ്ങിയായിരുന്നു. കഴിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ അച്ഛൻ നല്ല മദ്യപാനിയായിരുന്നു. അപ്പം 24 മണിക്കൂറും കുടിക്കുമായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഞാൻ കണ്ടു പിന്നെ അച്ഛന് മദ്യം അന്ന് ചാരയൊക്കെ മേടിക്കാൻ പോകും. അതിന് ചാരയൊക്കെ മേടിക്കുമ്പോൾ ഞാൻ അതിന് ഇച്ചിരി കഴിക്കാനൊക്കെ തുടങ്ങി. ഒരു 10-16 വയസ്സായപ്പോൾ ഞാൻ ഒരുമാതിരി കഴിക്കാൻ തുടങ്ങി. പിന്നെ അന്നേരം പണിയാനും പോകാൻ തുടങ്ങി. അന്നേരം ഇച്ചിരി കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് പിന്നെ കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേനും നല്ലപോലെ കഴിക്കാൻ തുടങ്ങി. പിന്നെ മുറുക്കുണ്ട്, വലിയുണ്ട്, പാൻപരാഗ് വേണം, എല്ലാം തന്നെ വേണം. ബീഡി വലിയുണ്ട്, സിഗരറ്റ് വേണം. ഒരു ദിവസം പണിയെടുത്താൽ ഇതിനെല്ലാം കൂടെ കഷ്ടിച്ച് തൈകൾ വീട്ടിലോട്ട് അങ്ങനെ അധികം സാധനമൊന്നും മേടിച്ചെന്ന് പറയുന്നത് കാണുകയല്ല. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നു. പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ അങ്ങനെ എല്ലാം ബുദ്ധിമുട്ട് വന്നു. പിന്നെ അവസാനം ഇത് നിർത്തണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പണിയെടുത്താലും പൈസയൊന്നും കാണുകയില്ല, എന്നും ദാരിദ്ര്യമാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഞാൻ പണിയെടുക്കുന്ന വെച്ചാൽ അന്ന് എല്ലാവരും മറ്റുള്ളവർ പണിയുന്നേക്കാളും സാധാരണ പണിക്കാരെക്കാളും കൂടുതൽ നമ്മൾ പണിയെടുക്കുകയും ചെയ്യും. കരാറൊക്കെ പിടിച്ചാൽ നല്ലപോലെ പണിയെടുക്കുകയും ചെയ്യും, പൈസ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ വീട്ടിലോട്ട് കൊണ്ടുവന്നൊന്നും കാണില്ല. സാധനം മേടിക്കാനും കാണില്ല, അരി മേടിക്കാനും കാണില്ല. പിള്ളേർക്കാണെങ്കിലും ഒരു എന്തെങ്കിലും അത്യാവശ്യം ഒന്നും കൊടുക്കാനൊന്നും കാണില്ല. അപ്പം നിർത്തണമെന്ന് ആഗ്രഹമാണ്. പല പ്രാവശ്യം നിർത്തണം. അങ്ങനെ പറഞ്ഞ് 91 തൊട്ട് ഞാൻ നിർത്തണമെന്ന് തുടങ്ങിയതാണ്. പിന്നെ പറഞ്ഞാലും കൊല്ലക്കമ്പലി തങ്കഞ്ചേട്ടൻ്റെ കോട്ടയെ കൊണ്ട് 91. പക്ഷെ ഒരു 10-11 മാസം കുടിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ അന്ന് എല്ലാവരും ചാരമൊക്കെ ഉള്ളതുകൊണ്ട്, എല്ലാവരും കമ്പനിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും അനിയന്മാരും പിന്നെ അതുപോലെ ഉള്ള കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ കഴിക്കുമായിരുന്നു. പിന്നെയും അങ്ങനെ 11 മാസം കഴിഞ്ഞപ്പം പിന്നെയും കുടി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ഞാൻ പാലായിൽ ഇതേ തങ്കഞ്ചേട്ടൻ തന്നെ കൊണ്ടുപോയി അതും ചട്ടവടിയിൽ ഒരു വർഷം അങ്ങനെ കൂടി നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ തങ്കഞ്ചേട്ടൻ ഇങ്ങനെ ഈ മാക്കൂട്ടത്തെ പ്രതീക്ഷയിൽ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ അതോടുകൂടി പിന്നെ നിർത്താൻ സാധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ അങ്ങനെ ദിവസം ഞാൻ അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കൂടി എന്നാലും ദൈവം സഹായിച്ച് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചനം കിട്ടി. ഇപ്പം അങ്ങനെ പിന്നെ ചെറുക്കനെ പഠിപ്പിക്കാൻ പറ്റി. ഞാൻ ആ മദ്യപാനം നിർത്തിയാൽ പിന്നെ അന്നോട്ട് ഈ നിമിഷം വരെ എനിക്ക് ഒന്നിനൊരു കുറവ് വന്നിട്ടില്ല, ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഒന്നിനും ഒരു കുഴപ്പമില്ല. ഇതിപ്പം നിർത്താന്ന് വെച്ചപ്പം ഞാൻ എൻ്റെ അനിയന്മാരെ 1-2 പേര് കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ ഞാൻ ഇതിൽ നിന്ന് നിർത്തി. അപ്പം നമ്മൾ കഴിക്കുന്നവരെല്ലാം തന്നെ നമ്മളിത് നിർത്താനാണ് പറയുന്നത്. ഞാനും ഇപ്പം ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പം എനിക്ക് തന്നെ പേടി തോന്നുന്നു, ഇത് എങ്ങനെ സാധിക്കുന്നതാണ് എനിക്കൊരിക്കലും. ഞാനൊന്നും പക്ഷേ ഞാൻ നേരത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ ഇത് നിർത്താൻ സാധിക്കാമെന്നില്ല. എനിക്ക് ഇങ്ങനെ പറയാം, പക്ഷേ നിർത്താൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും എനിക്ക് തോന്നുന്നത് നിർത്താൻ പറ്റിയെന്നാണ്. പക്ഷേ എന്നാലും ശരി, ഒരു വലിയ അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹം. ആദ്യം നിർത്തി കഴിഞ്ഞാൽ അവർക്കൊരു പുതിയൊരു ജീവിതം അവർക്ക് നയിക്കാൻ പറ്റുന്ന എൻ്റെ വിശ്വാസം. നല്ലൊരു മേഖലയിലോട്ട് വരാനും എല്ലാവരോടും സംസാരിക്കാനും നല്ലപോലെ ഇടപഴകാനും കുടുംബത്തിൻ്റെ സമാധാനം സ്വത്തത്തിന് പുറത്ത് അനുഭവിക്കുന്നവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. നമ്മളിത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ മദ്യപിക്കുന്ന വ്യക്തി അത് പൂർണ്ണമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ കുടുംബത്തിലുണ്ടാകുന്ന സമാധാനം അയാൾക്ക് തന്നെ മനസ്സിലാവും. ആ കുടുംബത്തിലുള്ള സന്തോഷം എത്രയാണെന്നുള്ളത് അന്നേരം അയാൾക്ക് തന്നെ നിർത്തണമെന്ന് തോന്നും.